ഇനി ഒരു സർവനാശം വിതയ്ക്കും, സിവിലൈസേഷൻ ഇല്ലാതാക്കുമെന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ജനാധിപത്യ കേന്ദ്രങ്ങളിലേക്ക് കൂടി അമേരിക്ക ആക്രമിക്കും എന്നുള്ളതിന്റെ സൂചനയാണല്ലോ ട്രംപ് നൽകിയത്. അതുകൊണ്ടാണല്ലോ ഇന്നലെ ചർച്ച ചെയ്തിട്ടുള്ള മിക്ക ചാനലുകളും ട്രംപിന്റെ കൊലവിളി എന്നാണ് സൂചിപ്പിച്ചത്. അത് യാഥാർത്ഥ്യവുമാണ്. ഇത്തരത്തിൽ വളരെ ലുനാറ്റിക് ആയിട്ട് ഭ്രാന്തമായിട്ടുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് ഒരു മടിയില്ല. അതൊരു ഭാഗത്ത്. അങ്ങനെ വരുമ്പോൾ ഗൾഫിലെ അമേരിക്കൻ സംരക്ഷിത രാജ്യങ്ങളിലെ ജനാധിപത്യ കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിലും ഇറാനിലും ആയിരക്കണക്കിന് മനുഷ്യർ ഒരു ജിനോസൈഡ് ആയിരിക്കും അവിടെ സംഭവിക്കുക. അപ്പൊ അത്തരത്തിൽ ഒരു സംഘർഷത്തിന്റെ ഒരു വലിയ ഒരു പോയിന്റിൽ നിൽക്കുമ്പോഴാണ് 12 ദിവസത്തേക്കാണെങ്കിലും ഒരു താൽക്കാലിക വിരാമം ഉണ്ടാകുന്നത്. അപ്പൊ ഇതില് ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിലെ വോട്ടിംഗ് വെച്ച് പരിശോധിച്ചാൽ ഇറാനെ അമേരിക്കൻ ശക്തിയെ ബാലൻസ് ചെയ്യാൻ ഇറാന്റെ പിന്നിൽ ചൈനയും റഷ്യയുമുണ്ട്. ആ നില റഷ്യയും ചൈനയും വാദികളില്ലാത്ത പിന്തുണ ഇറാന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഈ നയതന്ത്ര ചർച്ചകളും മാന്യമായ രൂപത്തിലുള്ള ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് നയിച്ചേക്കാം. ഇതാണ് നിലവിലുള്ള ഒരു സാഹചര്യം. പക്ഷേ ഈ ചൈനയ്ക്കും റഷ്യയ്ക്കും ഗൾഫ് രാജ്യങ്ങൾ കൂടി പ്രാധാന്യമുള്ളതാണല്ലോ. അവരെ കൈയൊഴിഞ്ഞുകൊണ്ട് പൂർണ്ണമായും ഇറാന്റെ പക്ഷത്ത് നിൽക്കുമോ സുരക്ഷാ കൗൺസിലിൽ റഷ്യയും ചൈനയും? ഇപ്പോൾ ഇറാൻ ഒരു എന്താണ് പറയുക, ഏകപക്ഷീയമായ ഒരു വിജയം നേടുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് മേഖലയിൽ. അത് അവരുടെ താല്പര്യങ്ങൾക്ക്, GCC രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് എത്രമാത്രം അനുഗുണമാണ്? തീർച്ചയായിട്ടുമല്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചതും അത് തന്നെയാണ്. ഇപ്പോൾ ഇറാന്റെ ആധിപത്യം അവിടെ ഉണ്ടാവുകയും അവിടുന്ന് യുണൈറ്റഡ് നേഷൻസ് പിൻവാങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാവുന്നത് ഗൾഫ് രാജ്യങ്ങളായിരിക്കും. ഈ ഗൾഫിലെ ഈ രാജ്യങ്ങൾക്ക് പ്രതിരോധ കുട നൽകാൻ ഇപ്പോൾ ലോകത്തിൽ കഴിയുന്ന ഏക രാജ്യം അമേരിക്കയാണ്. അമേരിക്കയെ റീപ്ലേസ് ചെയ്യാൻ റഷ്യക്കോ അല്ലെങ്കിൽ ചൈനയ്ക്കോ പോലും നിലവിലുള്ള സാഹചര്യത്തിൽ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളുടെ അമേരിക്കൻ ആശ്രിതത്വം വർദ്ധിക്കുകയാണ് ചെയ്യുക നിലവിലുള്ള സാഹചര്യത്തിൽ. ഒന്നത്. രണ്ടാമത്, ഈ ഗൾഫിലെ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ, ഖത്തർ വലിയ വൻ സാമ്പത്തിക ശക്തികളാണ്. ഈ രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി റഷ്യയോ ചൈനയോ ഒരു നിലപാടെടുക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗൾഫ് രാജ്യങ്ങളുടെ രണ്ട് കാര്യങ്ങൾ, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളും അവരുടെ പ്രതിരോധ താല്പര്യങ്ങളും, അവരുടെ സെക്യൂരിറ്റി ഇഷ്യൂസ്, ഇത് രണ്ടും അഡ്രസ് ചെയ്തുകൊണ്ട് മാത്രമേ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും, ഈ 3 വൻശക്തി രാഷ്ട്രങ്ങൾക്കും ഈ വിഷയത്തിൽ ഒരു സെറ്റിൽമെന്റിലേക്ക് നീങ്ങാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ കേന്ദ്ര സ്ഥാനത്ത് തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങൾ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഒരു പൻഡോറാസ് ബോക്സ് തുറന്ന അനുഭവമാണല്ലോ. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ബന്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് ഈ ഗൾഫ് മേഖല ഒരു ബോയിലിംഗ് പോയിന്റ് ആണെന്ന് നമ്മൾ പറയാൻ കാരണം. ആ മേഖലയിലെ സുസ്ഥിരത എന്ന് പറയുന്നത് ലോകക്രമത്തെ പൊതുവിൽ ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ശക്തിയുടെ അപ്രമാദിത്യം ഉണ്ടാവുന്നത് വലിയ സാമൂഹ്യ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഈ പേര് പോലും പ്രസക്തമാണെന്നുള്ളത് അറിയാമല്ലോ. നേരത്തെ പേർഷ്യൻ ഗൾഫ് എന്ന് വിളിച്ചിരുന്ന പ്രദേശം അറബ് രാജ്യങ്ങൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അറബികളുടെ ലിറ്ററേച്ചറിൽ അറബ് ഗൾഫ് എന്നും പേർഷ്യൻ ഗൾഫ് എന്ന് ഉപയോഗിക്കുന്ന ഘട്ടത്തിലാണ് ലോകത്തിൽ ഒരു കൺസെൻസസ് എത്തുകയും ഗൾഫ് എന്ന് മാത്രം ഉപയോഗിക്കുകയും ചെയ്തത്. ആ ദിശയിലുള്ള സംഘർഷം ആ ഒരു ഉൾക്കടലിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അപ്പോൾ അവിടെ ഇറാൻ ഉള്ളതുപോലെ തന്നെയുള്ള താല്പര്യങ്ങൾ ഒരുപക്ഷെ അതിലേറെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളും താല്പര്യങ്ങളും ഗൾഫിലെ മറ്റ് ഈ രാജ്യങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഇതുകൂടെ പരിഗണിച്ചുകൊണ്ടേ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റ് സാധ്യമാവുകയുള്ളൂ. അതേസമയം ഈ ഇസ്രായേൽ ഈ ചർച്ചയിൽ നിന്ന് പുറത്താവുന്നത് ഒരു പരിധിവരെ നന്നാകും. കാരണം അത് ഒരു സാധ്യത മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അമേരിക്കയും ഇറാനും തമ്മിൽ പോലും ഒരു സമാധാന ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടായിരുന്നു. അതിനെ ഏകപക്ഷീയമായി അട്ടിമറിച്ചത് ഇസ്രായേലിന്റെ ആക്രമണമാണെന്നുള്ളത് വാസ്തവമാണല്ലോ. ഒമാന്റെ മധ്യസ്ഥതയിൽ 3 വട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഫെബ്രുവരി 28, 2026 ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദു ആയിട്ട് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അല്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. കാരണം ഇസ്രായേൽ ഫെബ്രുവരി 28 നടത്തിയിട്ടുള്ള എയർ സ്ട്രൈക്കിന് ശേഷം അവർ കേന്ദ്രീകരിച്ചത്
സദേൺ ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരായിട്ടുള്ള സൈനിക നീക്കത്തിലാണ്. അപ്പോൾ ഈ ഹിസ്ബുള്ളക്കെതിരായ സൈനിക നീക്കത്തിൽ ഇസ്രായേൽ കേന്ദ്രീകരിക്കുകയും അമേരിക്ക ഇറാനെതിരായിട്ടുള്ള എയർ സ്ട്രൈക്കുകൾ നടത്തുകയും ചെയ്യുക എന്ന നിലയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് ഈ വെടിനിർത്തൽ കരാറിൽ താൽക്കാലിക വിരാമത്തിൽ ഇസ്രായേൽ സദേൺ ലെബനനിൽ നടത്തുന്ന സംഘർഷം കൂടി ഉൾപ്പെടും എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ അത് നെതന്യാഹു നിരസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇറാന്റെ യഥാർത്ഥത്തിൽ വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റിൽ ഇറാനേക്കാൾ വരുന്നത് തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയാണ്. അതുകൊണ്ട് ആ മേഖലയിലേക്ക് ഇസ്രായേൽ കേന്ദ്രീകരിക്കുകയും ഈ നെഗോഷിയേഷനിൽ ഈ ഡിപ്ലോമാറ്റിക് പ്രോസസ്സിനകത്ത് പ്രധാനമായിട്ടും വൻശക്തി രാജ്യങ്ങൾ ഇൻവോൾവ് ചെയ്യുകയും ചെയ്താൽ ഒരുപക്ഷെ നീണ്ടു നിൽക്കുന്ന ഒരു സമാധാന പ്രക്രിയയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. അതിൽ റഷ്യയും ചൈനയും ശക്തമായിട്ടുള്ള ഒരു പിന്തുണ, ഒരു സമാധാന പ്രക്രിയയ്ക്കുള്ള പിന്തുണ ഇറാന് നൽകുകയും ഗൾഫ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന നിലപാടെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഏകപക്ഷീയമായി ആന്തർ ആശയങ്ങളുമായി ട്രംപ് മുന്നോട്ട് പോവുകയും അത് നടപ്പാക്കാൻ വേണ്ടി ന്യൂക്ലിയർ വെപ്പൺസ് അടക്കം ഉപയോഗിക്കുന്ന തരത്തിലേക്കൊക്കെ നീങ്ങുകയായിരിക്കും പറ്റാം. എന്തായാലും അതിനെ ബാലൻസ് ചെയ്യാൻ യഥാർത്ഥത്തിൽ വൻശക്തി രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ സൈനിക സൂപ്പർ പവർ ആയിട്ടുള്ള റഷ്യയും സാമ്പത്തിക വൻശക്തിയും ഒക്കെ ആയിട്ടുള്ള ചൈനയും പോസിറ്റീവായിട്ട് ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ശരി, നന്ദി ഡോക്ടർ പി ജെ വിൻസെന്റ് ഈ വാർത്തകൾ പ്രതികരിച്ചതിന്. അഫ്താബ് റഹ്മാൻ